ഇതാണ് പള്ളിയിലെ കൈക്കാരൻ ചാക്കോച്ചൻ. നമസ്കാരം. അച്ഛൻ എവിടെ? ഇന്നലെ വീട്ടിൽ പോയിട്ട് ഇതുവരെ വന്നില്ലേ? ഞാനിവിടുത്തെ കപ്പ്യാരാന്നേ. ബസ് കിട്ടി കാണില്ലേ? അച്ഛൻ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണോ? വേണമെന്നില്ല ഡോക്ടർ, നമുക്ക് ആരംഭിക്കാം. ശരി. അച്ഛൻ വന്നു ചേർന്നുകൊള്ളും. എവിടെയാണ് സ്മിത്തേരി? അപ്പുറത്താ. എല്ലാരും വരൂ. Come on. ചാക്കോച്ച, പീറ്ററെ പറ്റി അറിയാവുന്ന വിവരങ്ങളൊക്കെ പറയൂ. അവനിവിടെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്പം മുൻകോപിയും എടുത്തിയാട്ടക്കാരനുമാണ്. എന്നാലും ഒരു കൊലപാതകം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പീറ്റർ അല്ലെങ്കിൽ പിന്നെ മറ്റാരെയാണ് ചാക്കോച്ചൻ സംശയിക്കുന്നത്? എനിക്ക് ആരെയും സംശയമില്ല സാറേ. ചാക്കോച്ചൻ ഈ ഇടവകയിലെ ഏറ്റവും വലിയ ആളാണ്. ആ നിലയ്ക്ക് ഈ കേസ് അന്വേഷണത്തിന് ഞങ്ങളെ സഹായിക്കേണ്ട കടമ ചാക്കോച്ചനില്ലേ? ഉണ്ട് സാറേ. കണ്ണിൽ കണ്ട കാര്യങ്ങളെ ഞാൻ പറയൂ. നിന്റെ നാവ് അസത്യം പറയുന്നുവെങ്കിൽ അത് പിഴുതു കളയുക എന്നല്ലേ കർത്താവ് പറഞ്ഞിട്ടുള്ളത്? ഓൾറൈറ്റ്. ഇനി ഈ കേസ് അന്വേഷണത്തിൽ ചാക്കോച്ചന്റെ എല്ലാ സഹായങ്ങളും ഞങ്ങൾക്കുണ്ടായിരിക്കും. എപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. മറ്റേ സാറേ, ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. സാറ് എവിടെയാ താമസിക്കുന്നത്? ഒന്നും തീരുമാനിച്ചിട്ടില്ല. എങ്കിൽ എന്റെ ഔട്ട് ഹൗസിൽ താമസിക്കാം. അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? ഏയ്, ഒരു ബുദ്ധിമുട്ടുമില്ല. സാറ് എന്റെ സഹായം ആവശ്യപ്പെട്ടല്ലോ. ഇത് എനിക്ക് ചെയ്യാവുന്ന ഒരു എളിയ സഹായമാണെന്ന് കരുതിയാൽ മതി. ശരി, അങ്ങനെ ആകട്ടെ. ഇവിടെ വരുന്ന എല്ലാ വലിയ ആളുകളും എന്റെ സാറിന്റെ ജോലി നടക്കട്ടെ. ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് വരണം. ഞാൻ ചെന്ന് ഔട്ട് ഹൗസ് ഇരിപ്പെടുത്തി വയ്ക്കാം. ഞാൻ വരട്ടെ? ശരി. എന്താ പേര്? അശ്വതി. ജോലി? അധ്യാപികയാണ്. എടാ തോമാ, ആ പെണ്ണിനെ ചോദ്യം ചെയ്യാനല്ലേ വിളിച്ചുകൊണ്ടുവന്നിരിക്കുന്നത്? അത് കഴിഞ്ഞ് അവർ നിന്നെയും ചോദ്യം ചെയ്യും. തല്ലി അടിക്കുക ചെയ്യോ മുതലാളി? എന്തിന്? നിനക്കറിയാവുന്ന കാര്യങ്ങൾ സത്യം സത്യമായിട്ട് പറയണം. മടിക്കണ്ട, പറയൂ. അത് പറയാൻ എനിക്ക് വിഷമമുണ്ട് സാർ. വിഷമിച്ചിട്ട് കാര്യമില്ല. ഇത് കേസ് അന്വേഷണമാണ്. സത്യം തുറന്നു പറഞ്ഞേ പറ്റൂ. പറയൂ. ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന്റെ ഒരു ഇടപാട് സംബന്ധിച്ച് അച്ഛനെ കാണാൻ ഒരു ദിവസം കാലത്ത് ഞാൻ ഈ മേടയിൽ വന്നിരുന്നു. നീ വിഷമിക്കാതെ ആലി, സമാധാനപ്പെടൂ. എന്ത് സമാധാനം അച്ചു? ഞാൻ ഗർഭിണിയാണെന്നറിഞ്ഞാൽ എന്റെ അമ്മ തല തല്ലിച്ചാവും. ശേഷം വീടിന് തീ വയ്ക്കും. അങ്ങനെ ഉണ്ടാവില്ല അലി. അച്ഛൻ എന്നെ രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വിഷം കുടിച്ച് ചാവും വെച്ചു. അശ്വതി ഇത് നേരിട്ട് കണ്ടതാണല്ലേ? അതെ. അച്ഛനും മാലീഷും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്ന് അശ്വതിക്ക് തോന്നിയോ? തോന്നി. അശ്വതിയും പീറ്ററും തമ്മിൽ എന്താണ് ബന്ധം? ഞങ്ങൾ സ്നേഹത്തിലായിരുന്നു. എന്ന് വെച്ചാൽ? വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു. ഐ സീ.
ആ അശ്വതി പൊയ്ക്കൊള്ളൂ. സാർ, അശ്വതി പറഞ്ഞത് കേട്ടോ? കേട്ടു. പീറ്ററെ രക്ഷിക്കാൻ അവൾ നുണ പറയാം സാർ. മനഃപൂർവ്വം അവൾ നുണ പറഞ്ഞു എന്ന് എനിക്ക് തോന്നിയില്ല. സാർ, ആ പെണ്ണിന്റെ വാക്ക് കേട്ട് അച്ഛന് സാർ സംശയിക്കണം. അദ്ദേഹം സാറിന്റെ സഹോദരനാണ്. കുറുപ്പേ, മനുഷ്യൻ ദുർബലനാണ്. ലോഹയ്ക്കുള്ളിലുള്ളതും പച്ചയായ മനുഷ്യനാണ്. അച്ഛന് ഒരു ദൗർബല്യം ഉണ്ടായിക്കൂടുന്നുണ്ടോ? പക്ഷേ ജെയിംസ് അച്ഛൻ ഒരിക്കലും അത്തരക്കാരനാവില്ല സാർ. താൻ ആ കപ്പ്യാരെ വിളിക്ക്. കുറുപ്പേ, സാക്ഷിമൊഴികളെ അതേ രൂപത്തിൽ വിശ്വസിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതും കണക്കിലെടുത്തുകൊണ്ട് വേണം അന്വേഷിക്കേണ്ടത്. എന്റെ പൊന്നേവാനെ രക്ഷിക്കണം. താൻ എത്ര കാലമായി ഇവിടെ കപ്പ്യാരായിട്ട്? ഞങ്ങൾ കുടുംബത്തോടെ കപ്പ്യാരന്മാരായിരുന്നേ. നിന്റെ ഭാര്യയും കപ്പ്യാരിയായിരുന്നോ? അല്ലേ, അപ്പനപ്പന്മാരുടെ കാലം തൊട്ട് കപ്പ്യാരന്മാരായിരുന്നെന്ന് പറയായിരുന്നു. കൊല ചെയ്യപ്പെട്ട അച്ഛന്റെ സ്വഭാവം എന്തായിരുന്നു? നല്ല തങ്കപ്പെട്ട സ്വഭാവമായിരുന്നു. സ്ത്രീകളോട് അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ വലിയ താല്പര്യമായിരുന്നു. എന്ന് വെച്ചാൽ ഏത് പെണ്ണ് വന്ന് എന്ത് കരഞ്ഞു പറഞ്ഞാലും അദ്ദേഹം കൈക്കൊള്ളുമായിരുന്നേ. ആലീസ് ഇവിടെ അടിക്കടി വരുമായിരുന്നു. അച്ഛനും ആലീസും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? നല്ല ബന്ധമായിരുന്നേ. അതല്ല ഞാൻ ചോദിച്ചത്. അച്ഛനും ആലീസും തമ്മിൽ തെറ്റായ വല്ല ബന്ധമുണ്ടായിരുന്നോന്നാ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ കുഴഞ്ഞു കുഴഞ്ഞു പോവോ? ഒഴിഞ്ഞ തള്ളി എല്ലാം സത്യം സത്യം പറയണം. ആ പെണ്ണ് നേരവും കാലവും ഒക്കെ നോക്കാറ് ഇവിടെ വരുമായിരുന്നു. അച്ഛനോട് എപ്പോഴും കുശുകുശുക്കുമായിരുന്നു. എന്തുവാ കുശുകുശുക്കുന്നത്? പല ചീത്തക്കാരിയും ആയിരിക്കും. അത് തനിക്കെങ്ങനെ അറിയാം? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ കുഴഞ്ഞു പോവുകയുള്ളൂ. എന്റെ പൊന്നേവനെ, എന്നെ ഒന്നും ചെയ്യരുത്. താക്കോ മുതലാളി പറഞ്ഞു, ഏമാൻ എന്ത് ചോദിച്ചാലും എല്ലാരെ പറ്റി നല്ലതാ പറയാവുന്നത്. അതുകൊണ്ട് പറഞ്ഞാ അത്. താൻ ഈ പറഞ്ഞതാണോ നല്ലത്? സാർ, ഇവൻ പറയുന്ന ഒന്നും വിശ്വസിക്കരുത്. ഇവൻ കള്ളനാ. ഇവന്റെ നെറ്റിയിലെ ഈ മുള കണ്ടില്ലേ? ഭൂലോക കള്ളന്റെ ലക്ഷണമാണ്. എന്റെ അപ്പന് 2 മുഴ ഉണ്ടായിരുന്നേ. ഈതം വെച്ചപ്പോ നിനക്ക് ഒന്നാ കിട്ടിയിലേക്ക് അവനെ തൽക്കാലം വിട്ടേ. ആ കപ്പിയടുപ്പിക്കുള്ളൂ. പിന്നെ എപ്പോ വിളിച്ചാലും വരണം. ഞാൻ ഈ തിന്നെ തന്നെ കാണുവേ. വയ്ക്കുള്ളൂ. ഉറപ്പേ വരൂ. പ്രേതം തൂങ്ങിയെന്ന രീതിയും മറ്റു സാഹചര്യങ്ങൾ നോക്കിയപ്പോൾ ആലീസ് ആത്മഹത്യ ചെയ്താണെന്ന് തന്നെ തോന്നി. അതുകൊണ്ടാണ് സാർ പോസ്റ്റ്മോർട്ടം നടത്താതിരുന്നത്. അവിവാഹിത ഒരു പെൺകുട്ടിയാണ് മരിച്ചത്. അത് ആത്മഹത്യയാണ് നിങ്ങൾ എങ്ങനെ തീരുമാനിച്ചു? കൊലപാതകമായി കൂടുന്നുണ്ടോ? മകളെ വെട്ടിക്കരുതെന്ന് അവളുടെ അപ്പൻ കാല് പിടിച്ച് കരഞ്ഞപേക്ഷിച്ചു സാർ. അതുകൊണ്ടാണ്. നോ, ആരപേക്ഷിച്ചാലും നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യണമായിരുന്നു. ഇക്കാര്യത്തിൽ നിങ്ങൾ കൃത്യവിലോപം കാണിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ കേസിന്റെ തീരുമാനം ഉണ്ടാകുന്നവരെ ഞാൻ നിങ്ങളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഞാൻ നിരപരാധിയാണ് മമ്മുക്ക. നിങ്ങളെങ്കിലും എന്നെ വിശ്വസിക്കൂ. എത്തപ്പാന്റെ മോൻ ഒരിക്കലും ഒരു കൊലപാതകയാവില്ല, ഞമ്മക്കറിയാം. മമ്മുക്ക, ഇതാണ് നടന്നത്. പക്ഷേ ഒരു കാര്യത്തിലേ എനിക്ക് ദുഃഖമുള്ളൂ മമ്മുക്ക. എന്റെ കൈ കൊണ്ട് ജെയിംസ് അച്ഛനെ കൊല്ലാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇത്രയ്ക്ക് പക തോന്നാൻ മാത്രം ആ നല്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യൂ? നല്ല മനുഷ്യൻ നമുക്ക് അയാൾ ഒരു മൃഗമായിരുന്നു. ലോഹയിട്ട് നടന്നിരുന്ന ജഗത്ത് എന്റെ സഹോദരിയെ അയാൾ നശിപ്പിച്ചു, ഗർഭിണിയാക്കി. ചേട്ടാ, ആലീസിനെ പിഴപ്പിച്ചത് അച്ഛനല്ല, ജോണിയാണ്. ജോണി? അതെ, അവര് സ്നേഹത്തിലായിരുന്നു. വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു. സബിനെ? ജോണി നാടുവിട്ട് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആലീസിന് ജോണിയുടെ ഒരു കത്ത് വന്നു. അത് ഞാനാണ് ആലീസിന് കൊടുത്തത്. എന്നിട്ട് അവൾ ആ കത്ത് തുറന്നു വായിച്ചിട്ട് വിഷമിച്ചിരുന്നു. എന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി. അന്ന് രാത്രിയാണ് അവൾ മരിച്ചത്.
പീറ്റർ ജീവനോടെ പിടിക്കണം. പീറ്റർ എന്തിനു വേണ്ടി വന്നിരിക്കും? ചാക്കോച്ചനെ കൊല്ലാനോ അതോ പണം അപഹരിക്കാനോ? അവൻ കൊലപാതകി ആയതുകൊണ്ട് കൊല്ലാൻ വേണ്ടി തന്നെയായിരിക്കും സാർ വന്നിട്ടുള്ളത്. പീറ്റർ ചാക്കോച്ചനെ എന്തിനു കൊല്ലണം? കേസന്വേഷണത്തിന് വേണ്ടി ചാക്കോച്ചൻ നമ്മളെ സഹായിക്കുന്നുണ്ടായിരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. ഇതിന്റെ പിന്നിൽ തക്കതായ എന്തോ കാര്യമുണ്ടായിരുന്നു. എസ്തപ്പാനെ, പീറ്ററും ചാക്കോച്ചനും തമ്മിൽ എപ്പോഴെങ്കിലും വഴക്കുണ്ടായിരുന്നു? അവൻ വഴക്കിടാത്തതായി ഈ നാട്ടിൽ ആരും കാണുകയല്ലേ മന്നെ. എന്തിനാ ഇല്ലാവചനം പറയുന്നത്? ഏമാനെ, എന്റെ മോൻ എല്ലാവർക്കും ഉപകാരിയായിരുന്നു. കൊള്ളതാഴിയെ കാണിക്കുന്നവരോട് മാത്രമേ അവൻ വഴക്കിന് പോയിട്ടുള്ളൂ. പോലീസിന്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയതിനു ശേഷം പീറ്റർ ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ലേ മന്നെ, അവന്റെ തലവെട്ടം കണ്ട അവനെ ഞാൻ കൊല്ലും. അതെന്താ അങ്ങനെ പറഞ്ഞത്? മിശിഹാതമ്പുരാനെ പോലെ ജീവിച്ച ജെയിംസ് അച്ഛനെ കൊന്ന അവനെ പിന്നെ ഞാൻ എന്തോന്ന് ചെയ്യണം? അച്ഛനെ കൊന്നത് പീറ്റർ തന്നെയാണെന്ന് എസ്തപ്പാൻ കരുതുന്നുണ്ട്. പള്ളിവേട് എന്നവനെ പോലീസ് പിടിച്ചോണ്ട് പോയപ്പോ എല്ലാരും കേൾക്കാൻ വിളിച്ചു പറഞ്ഞേ മന്നെ അച്ഛനെ കൊല്ലുമെന്ന്. ഏമാനെ, പീറ്റർ എന്റെ കുഞ്ഞ. ഞാനാണ് അവനെ പെറ്റു വളർത്തിയത്. അവൻ മഴക്കിടും, തല്ലുകൂടും, പക്ഷെ ആരെയും കൊല്ലൂല്ലേ മോനെ. നിങ്ങൾ അപ്പുറത്ത് പോ. ഒരു എറുമ്പിനെ പോലും കൊന്നിട്ടില്ലാത്ത എന്റെ മോൻ കൊലപാതകയാണെന്ന് പറയുന്ന നിങ്ങളോട് ദൈവം ചോദിച്ചോളൂ. പോയട്ടെ. എസ്തപ്പാൻ വരൂ. അമ്മേ, അമ്മ പേടിക്കണ്ട, അകത്തേക്ക് വരും. ആ തട്ടി അങ്ങ് ശരിയാക്കമ്മേ. ഈ പെട്ടിയുടെ മൂടി ഒന്ന് മാറ്റിക്കമ്മേ. മോനെ, എന്റെ മോനെ, മോൻ എപ്പോഴും ഇവിടെ വന്നു? പോലീസ് എന്നെ പിടിക്കാൻ വന്നപ്പോ ഞാൻ ഓടിക്കയറിയതാണമ്മേ. ആലീസ് കെട്ടിത്തൂങ്ങി കിടക്കുന്നത് കണ്ട ശേഷമല്ലേ പീറ്റർ അച്ഛനെ കയ്യേറ്റം ചെയ്തത്? അതെ മന്നെ. ആ നിലയ്ക്ക് ആലീസിനെ നശിപ്പിച്ചത് അച്ഛനാണെന്നാ പീറ്റർ കരുതിയിരിക്കുന്നത്. ഞാൻ അച്ഛനെ കൊന്നിട്ടില്ലെന്ന് അമ്മയെങ്കിലും വിശ്വസിക്കുന്നുണ്ടല്ലോ. എനിക്കത് മതി. എന്റെ മോനെ, ഞാൻ എസ്തപ്പാനെ എപ്പോ വിളിച്ചാലും സ്റ്റേഷനിലേക്ക് വരണം. വരായോ മന്നെ? എന്റെ മോൻ അച്ഛനെ കൊല്ലുന്നത് നിങ്ങൾ കണ്ടോ? ഇല്ല. പിന്നെ നിങ്ങൾ പോലീസിനോട് പറഞ്ഞതെന്താ? എന്റെ വിശ്വാസം. വിശ്വാസം? ഒരു മോളുണ്ടായിരുന്നതിന് സ്വന്തം കൈ കൊണ്ടുണ്ടാക്കിയ ശവപ്പെട്ടിയിൽ ശവമടക്കി. ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത മോൻ പോലീസിനെ പേടിച്ച് ഒളിച്ചു നടക്കുന്നു. ഇനിയും നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം കൊണ്ടെന്നാണെന്നോ? എന്റെ മോൻ ഒരു ഉദ്യോഗസ്ഥനായി വരുമ്പോ ഈ തൊഴിൽ നിർത്തി 10 ദിവസമെങ്കിലും അവന്റെ കൂടെ സന്തോഷമായി കഴിയണമെന്ന് ആഗ്രഹിച്ചിരുന്നവനാ ഞാൻ. എല്ലാം തകർന്നുപോയി, എല്ലാം തകർന്നുപോയി. മോനെ, അമ്മ പോകുന്നു. ശരി. മോനെ, അപ്പം നല്ല ഉറക്കമാ. മോൻ ചോറുണ്ട്. എന്റെ പൊന്നു മോനെ, നിന്റെ തലയിലെടുത്ത് ഇങ്ങനായി പോയല്ലോ. ഒടുവിൽ നീ എന്റെ കയ്യിൽ തന്നെ വന്നു പെട്ടു. നിന്നെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. അയ്യോ, മുഴുവൻ വെക്കരുത്. എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്തൊന്ന് കേൾക്കണം. ആ പരിശുദ്ധനായ അച്ഛനെ കൊന്നു നിനക്ക് എന്താടാ പറയാനുള്ളത്? ഞാൻ എന്ത് പറഞ്ഞാലും അപ്പൻ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ അച്ഛനെ കൊന്നിട്ടില്ല. കള്ളം, കള്ളം, പച്ചക്കള്ളം. ഞാൻ അപ്പന്റെ മകനാണ്. അപ്പന്റെ ചോരയാണ് ഈ ശരീരത്തിൽ ഓടുന്നത്. ഈ തോളിൽ കിടത്തിയാണ് അപ്പൻ എന്നെ വളർത്തിയത്. അപ്പ ഈ കൈ കൊണ്ട് ഞാനൊരു മനുഷ്യനെ കൊല്ലുമെന്ന് അപ്പൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതാ
എന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചോളൂ. ഉം. സത്യം ഒരു കാലത്ത് വെളിച്ചത്ത് വരും. അന്ന് ഞാൻ നിരപരാധിയാണെന്ന ഒരു മനസ്സിലാക്കും. അച്ഛനെ കൊന്നത് നമ്മുടെ മോൻ തന്നെയാണെന്നാണോ നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്? അതെ, എന്റെ മനസ്സ് അത് തന്നെയാ പറയുന്നത്.